എന്താണ് അഷ്ടാംഗയോഗം? യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നിവയാണ് യോഗത്തിൻ്റെ 8 അംഗങ്ങൾ. ഇവ എന്താണെന്ന് നോക്കാം. യമം: അഹിംസ, സത്യം, ആസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം ഇവയാണ് യമങ്ങൾ. അഹിംസയെന്നാൽ മനസ്സാ വാചാ കർമ്മണ ഒരു പ്രാണിയെയും അനാവശ്യമായി ഹിംസിക്കാതിരിക്കുക. ഈശ്വര സാക്ഷാത്കാരമെന്നാൽ സത്യസാക്ഷാത്കാരമാണ്. അതിനാൽ യോഗമാർഗമനുഷ്ഠിക്കുന്നവർ സത്യമാർഗത്തിൽ നിന്ന് വ്യതിചലിക്കരുത്. ഈ ലോകത്തിലെ എല്ലാ വസ്തുക്കളും എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്, തനിക്ക് മാത്രമുള്ളതല്ല എന്ന ചിന്തയാണ് ആസ്തേയം. ബ്രഹ്മത്തിൽ ചരിക്കുക, എല്ലാറ്റിലും ആത്മാവിനെ ദർശിക്കുക എന്നതാണ് ബ്രഹ്മചര്യം. മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളുടെ നിർവഹണത്തിന്റെ പരിധി കടക്കുന്ന എല്ലാ ഭൗതിക വസ്തുക്കളെയും ത്യജിക്കലാണ് അപരിഗ്രഹം. അന്യായമായി ഒന്നും ആഗ്രഹിക്കാതിരിക്കുക. അടുത്തത് നിയമം. ശൗചം, സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വരപ്രണിധാനം എന്നിവയാണ് നിയമം. ആന്തരികവും ബാഹ്യവുമായ ശുചിത്വമാണ് ശൗചം. ഓരോ മനുഷ്യന്റെയും ജീവിതലക്ഷ്യം സന്തോഷപ്രാപ്തിയാണ്. സർവചരാചരങ്ങൾക്കും സൗഖ്യവും ശാന്തിയും ആനന്ദവും ഭവിക്കട്ടെ എന്ന് ചിന്തിക്കുന്നവർക്ക് ശരിയായ സന്തോഷവും ശാന്തിയും ആനന്ദവും ലഭിക്കുന്നു. അവരുടെ ശരീരത്തിനും മനസ്സിനും പ്രസന്നത കൈവരുകയും ചെയ്യുന്നു. ഇന്ദ്രിയങ്ങളെ ആത്മനിയന്ത്രണ വിധേയമാക്കുന്നതാണ് തപസ്. സ്വയം പഠനവും ആത്മശോധനയുമാണ് സ്വാധ്യായം. ലോകത്തിലെ സമസ്ത വസ്തുക്കളിലും ഈശ്വരനെ ദർശിക്കുന്നതാണ് ഈശ്വരപ്രണിധാനം. ആസനം. സുഖകരമായ ഇരിപ്പ് തന്നെയാണ് ആസനം. മനസ്സിന്റെ ഏകാഗ്രതയ്ക്കും ശുദ്ധിക്കും നിയന്ത്രണത്തിനുമായി വിവിധ തരത്തിലുള്ള ആസനങ്ങളുണ്ട്. പ്രാണായാമം. പ്രാണനെ അടിസ്ഥാനമാക്കിയാണ് ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും. പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ എന്നിങ്ങനെ 5 പ്രാണന്മാരാണ് ഈ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. പ്രാണനെ നിയന്ത്രിച്ച് ചിന്തകളെ നിയന്ത്രണ വിധേയമാക്കുന്നതാണ് പ്രാണായാമം. പ്രത്യാഹാരം. പ്രാണായാമത്തിലൂടെ ഇന്ദ്രിയങ്ങളെ ബാഹ്യവൃത്തികളിൽ നിന്നും പിൻവലിച്ച് മനസ്സിൽ ലയിപ്പിക്കുന്നതാണ് പ്രത്യാഹാരം. ധാരണ. ഇന്ദ്രിയ നിഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ മനസ്സിനെ വരുതിയിലാക്കുക എളുപ്പമാണ്. മനസ്സിനെ ഏകാഗ്രമാക്കി നാഭിചക്രം, ഹൃദയകമലം, ഭ്രൂമധ്യം എന്നിവയിൽ ഒരിടത്ത് ഉറപ്പിച്ചു നിർത്തുന്നതാണ് ധാരണ. ധ്യാനം. ധാരണ സാധിച്ചാൽ ധ്യാനം ആരംഭിക്കുന്നു. സരൂപമോ അരൂപമോ ആയ ഈശ്വരനിൽ മനസ്സിനെ ഉറപ്പിക്കലാണ് ധ്യാനം. സമാധി. ധ്യാനത്തിൽ ഉറച്ച മനസ്സിനെ അവിടെ നിന്നുയർത്തി ധ്യാനിക്കുന്ന ആളും ധ്യാനിക്കുന്ന വസ്തുവും രണ്ടല്ലാതെ ഒന്നായി തീരുന്ന ഘട്ടത്തിലെത്തുന്നത് സമാധി. ഇങ്ങനെ അഷ്ടാംഗയോഗത്തിലൂടെ ഈശ്വര സാക്ഷാത്കാരം നേടാമെന്ന് യോഗശാസ്ത്രം പഠിപ്പിക്കുന്നു.